Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA തേർഡ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഈ ഒരു വീഡിയോയിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് പാർട്ട് ബിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാം ടോട്ടൽ 8 ചോദ്യങ്ങളിൽ ഒരു 3 പ്രോബ്ലംസ് അല്ലെങ്കിൽ 4 പ്രോബ്ലംസും ബാക്കി 4 തിയറി അങ്ങനെയാണ് കണ്ടുവരാറ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിർബന്ധമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നുള്ളത് ആദ്യം പറയാം. മിക്ക പേപ്പറിലും നമുക്കറിയാം റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം എന്തായാലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിർബന്ധമായും പഠിച്ചിരിക്കണം. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. സോ ഇതിൻ്റെ പ്രോബ്ലം കമ്പൽസറി ആണ്. ഓക്കെ, നിർബന്ധമായും നോക്കുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം പ്രോബ്ലംസ് മുഴുവൻ ഡിസ്കസ് ചെയ്യുകയാണ്, അതിനുശേഷം തിയറിയുടെ ഡീറ്റെയിൽസിലോട്ട് പോകാം. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് പോലെ തന്നെ നമുക്കുള്ളതാണ് ബോണസ് ഷെയർസിൻ്റെ പ്രോബ്ലം. സോ നെക്സ്റ്റ് ബോണസ് ഷെയർസിൻ്റെ പ്രോബ്ലം നിർബന്ധമായി ബോണസും അത് മാത്രമല്ല വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കാൻ റൈറ്റ് ഷെയർസിലെ വാല്യൂ ഓഫ് റൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് ഷെയർസിൽ. അപ്പോൾ ഈ 2 പ്രോബ്ലംസും നിർബന്ധമായും പഠിച്ചിരിക്കണം. സെയിം ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് പറഞ്ഞത്. നമുക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യാം, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഇതാണ് പ്രോബ്ലം ആദ്യത്തെ മൊഡ്യൂൾസിൽ നിന്നും, ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി നെക്സ്റ്റ് മിക്ക പേപ്പറിലും ബാങ്കിങ് കമ്പനിയിൽ നിന്ന് റിപ്പീറ്റായിട്ട് കണ്ടുവരുന്ന 5 മാർക്കിൻ്റെ 2 ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അത് മിക്ക പേപ്പറിലും ആദ്യം കണ്ടുവരാറ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡിൻ്റെ പ്രോബ്ലം ആണ്. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് മിക്ക പേപ്പറിലും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആ സെയിം ചാപ്റ്ററിലത്തെ പ്രോബ്ലം തന്നെയാണ് നമുക്ക് അഡ്വാൻസസിൻ്റെ ബാങ്കിങ് കമ്പനിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വരുന്നത് കാൽക്കുലേറ്റ് ദി എമൗണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് കേട്ടോ വരാം. ദി എമൗണ്ട്, രണ്ടും കൂടി വരാറില്ല, ഏതെങ്കിലും ഒരെണ്ണം. വീണ്ടും പറയണു, എമൗണ്ട് ഓഫ് പ്രൊവിഷൻസ് മെയ്ഡ് എഗെയിൻസ്റ്റ് അഡ്വാൻസസ്. സോ ഇതിലേതെങ്കിലും നമ്പർ 3, നമ്പർ 4 ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് മിക്ക പേപ്പറിലും കണ്ടുവരാറുള്ള മറ്റൊരു പ്രോബ്ലം. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. സോ അതിൽ നിന്ന് ചോദ്യങ്ങൾ വളരെ കുറവാണ്. എന്നാലും 5 മാർക്കിൻ്റെ പ്രോബ്ലമായിട്ട് EPS ആൻഡ് ഡൈല്യൂട്ടഡ് EPS അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് EPS ഇതിൻ്റെ പ്രോബ്ലം വരാറുണ്ട്, EPSൻ്റെ പ്രോബ്ലം. സോ അത് നോക്കി വയ്ക്കുക. അപ്പോൾ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നെ ഒരെണ്ണം വിട്ടുപോയത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ ചില സമയത്ത് പ്രോബ്ലം വരാറുണ്ട്. ഏതെങ്കിലും ഒരു മെത്തേഡ് എടുത്തിട്ട് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിലെ പ്രോബ്ലം അത് മിക്കതും ഓൺ ഡിബഞ്ചേഴ്സ് ക്യാൻസൽ ചെയ്യണമില്ലേ, ഓൺ ഡിബഞ്ചേഴ്സിൻ്റെ ക്യാൻസലേഷൻ, ആ മെത്തേഡാണ് സാധാരണ മിക്കതും കണ്ടുവരാറ് കേട്ടോ. സോ അത് നോക്കുക. അപ്പോൾ ഇത്ര നമുക്ക് 4 പ്രോബ്ലംസ്, 8 ചോദ്യങ്ങളിൽ ഒരു 4 പ്രോബ്ലംസിനുള്ള സജഷൻസ് ആണ് നമ്മൾ നൽകിയത്. ദെൻ ഇതിൻ്റെ കൂടെ കൂട്ടിവെക്കാനുള്ള ഒരെണ്ണം കൂടി ഉള്ളത് വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ആണ്. അതും കൂടി ഞാനിവിടെ പറയണു. അത് റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് അല്ല കേട്ടോ. ഞാനതുകൊണ്ട് അതിൻ്റെ ഇവിടെ തരാം. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് ഒരൊറ്റ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട്, അതെല്ലാം നോക്കി വെക്കുക. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്
ഷോർട്ടാക്കി ഇടണമല്ലോ ബാലൻസ് ഷീറ്റിൻ്റെ പ്രോബ്ലം. ഓക്കെ, വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രോബ്ലംസ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു 4 എണ്ണം 8 ചോദ്യങ്ങളിൽ. ഇനി തിയറിയാണ് അതിൽ ഏറ്റവും കൂടുതൽ പിന്നെ വരുന്നത്. അതിൽ ആദ്യം തന്നെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൈൻഡ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അതുപോലെ തന്നെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താണ്, റിഡംഷൻ ഓഫ് അത് പ്രോബ്ലം പറഞ്ഞു ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താണ്, അതിൻ്റെ കണ്ടീഷൻസ്, അത് എസ്സിക്കും ചോദിക്കുന്നതാണ് കണ്ടീഷൻസ്. അപ്പം നേരത്തെ പറഞ്ഞ പ്രോബ്ലംസ് ഇല്ലേ, അത് തന്നെ ഇവിടെ നമുക്ക് തിയറി ആയിട്ടും വരും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രോബ്ലത്തിൽ ബോണസ് ഷെയറിൻ്റെ ഷെയർസ് അതിൻ്റെ കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സർക്കംസ്റ്റാൻസസ് ഇഷ്യൂയിങ് ഇത് 2 മാർക്കിനും വരാറുണ്ട്. ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് നിർബന്ധമായി നോക്കണം കേട്ടോ. ബോണസ് ഷെയർസിൻ്റെയും അതുപോലെ തന്നെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെയും തിയറികൾ പലപ്പോഴും റിപ്പീറ്റായിട്ട് മാറി മാറി വരാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബോണസ് ഷെയറിൻ്റെ പ്രൊവിഷൻസ്, കണ്ടീഷൻസ്, സർക്കംസ്റ്റാൻസസ് ഓഫ് ഇഷ്യൂയിങ് ബോണസ് ഷെയർസ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ബൈബാക്ക്. അതൊക്കെ എന്താണ് തിയറിയാണെന്ന് നോക്കണ്ട. ബൈബാക്ക് ഓഫ് ഷെയർസ് അതിൻ്റെ അഡ്വാൻറ്റേജസ് വേറെ ഒന്നുമില്ല, പ്രോബ്ലം ഒന്നും വരില്ല ഇന്ന്. അഡ്വാൻറ്റേജസ്, സോഴ്സസ് നോക്കാം. ദാറ്റ്സ് ഓൾ. അതും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ദെൻ നെക്സ്റ്റ് കൈൻഡ്സ് ഓഫ്, റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചാൽ റിപ്പീറ്റ് അല്ല, കൈൻഡ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്, നോക്കാം. പിന്നെ നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ചാപ്റ്ററിൽ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും ഉണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും അതുപോലെ തന്നെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും എന്താണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, ഇത് ചോദിച്ചിട്ടുള്ളതാണ്, നോക്കി വയ്ക്കുക. ഓക്കെ, ഇതാണ് മറ്റൊരു തിയറി ചോദ്യം. അപ്പോൾ നമ്മൾ ബൈബാക്കിൻ്റെ പറഞ്ഞു, ബോണസിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞു, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ ബോണസിൻ്റെ ഓൾറെഡി പറഞ്ഞു, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടിൻ്റെ പ്രോബ്ലം, വാല്യൂ ഓഫ് റൈറ്റ്, പിന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോബ്ലം പറഞ്ഞു, ബോണസ് ഈ കമ്പനി അക്കൗണ്ട്സിൻ്റെ പറഞ്ഞു. അപ്പോൾ ഈ 8 ചോദ്യങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ നൽകി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് നാളെ 8 എണ്ണം കിട്ടും. ഏതൊക്കെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? പ്രിഫറൻസ് ഷെയർ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, അതിൻ്റെ കണ്ടീഷൻസ്, അതുപോലെ തന്നെ പ്രോബ്ലം, ഇതൊക്കെ നോക്കി വയ്ക്കുക. ബോണസ് ഷെയർസ് അതിൻ്റെ പ്രോബ്ലം, വാല്യൂ ഓഫ് റൈറ്റിൻ്റെ പ്രോബ്ലം, പിന്നെ ബോണസ് ഷെയർസിൻ്റെ കണ്ടീഷൻസ്, അതിൻ്റെ പ്രൊവിഷൻസ്, ദെൻ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡിൻ്റെ പ്രോബ്ലം, ദെൻ ആ സെയിം ചാപ്റ്ററിൽ തന്നെ അഡ്വാൻസസ്, കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് പ്രൊവിഷൻസ് മെയ്ഡ് അഗെയിൻസ്റ്റ് അഡ്വാൻസസ് പ്രോബ്ലം, EPS ഡൈല്യൂട്ടഡ് EPSൻ്റെ പ്രോബ്ലം, വാല്യുവേഷൻ ബാലൻസ് ഷീറ്റിൻ്റെ പ്രോബ്ലം, പിന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിലെ പ്രോബ്ലം, പിന്നെ അതിൻ്റെ ഓൺ ക്യാൻസലേഷൻ ആണ് മെത്തേഡിൽ കൂടുതൽ കണ്ടുവരാറ്. പ്രിഫറൻസ് ഷെയറിൻ്റെ പറഞ്ഞു, കൈൻഡ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡംഷൻ, കണ്ടീഷൻസ്, ബോണസ്, ബൈബാക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ്, സോഴ്സസ്, കൈൻഡ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി, പിന്നെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പാർട്ട് ബിയിൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. പാർട്ട് ബിയിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ഫസ്റ്റ് മൊഡ്യൂളിലെ 4-5 ടോപ്പിക്സിൽ നിന്നാണ്. അതുകൊണ്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കട്ടോ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങളും പിന്നെ ലാസ്റ്റ് വരുന്ന ചോദ്യങ്ങളും ഇതൊക്കെയാണ്. സോ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ
എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക എന്നുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.